ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ദശകം 30 വാമനാവതാരം. ശക്രേണ സംയതിഗതോ വിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു മൃദുവർത്തിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം ചക്രേ വശേ സദവ ചക്രമുഖാദഭീത. ശക്രേണ സംയതി. ശക്രനാൽ, ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ഹതോപി, കൊല്ലപ്പെട്ടവനെങ്കിലും. ഹതൻ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവൻ. ബലിയെ ഇന്ദ്രൻ കൊന്നു എന്നാണ് പാലാഴി മഥനത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിൽ ബലിയെ ഇന്ദ്രൻ കൊന്നു. ബലിർ മഹാത്മാ, ബലി മഹാത്മാവാണ്. കാരണം എന്താണ്? പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ്. ഭഗവാനോട് ഭക്തിയുള്ള അസുരനാണെങ്കിലും ഭഗവത് ഭക്തിയുള്ളവനാണ്. ശുക്രേണ ജീവിതതനു. ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യര്, അസുരന്മാരുടെ ഗുരുവാണ് ശുക്രൻ. ആ ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാം. അതുപയോഗിച്ച് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ മിടുക്കന്മാരായ അസുരന്മാരെ ശുക്രൻ ജീവിപ്പിച്ചു. അങ്ങനെ ബലിയെയും ജീവിപ്പിച്ചു. ശുക്രേണ ജീവിതതനു, ആ ശരീരം ജീവിപ്പിച്ചു ശുക്രനാൽ. അപ്പൊ ശുക്രൻ ഒരു ചിഹ്നത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. നല്ല രസകരമായ പദപ്രയോഗം കൊണ്ട് രമണീയമാക്കിയിട്ടുണ്ട് ഈ ശ്ലോകത്തെ. ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിതോഷ്മാ. പിന്നെ എന്താണ്? യാഗം ചെയ്ത് ബലം വർദ്ധിച്ച് പരാക്രമിയായി തീർന്ന ബലി. വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകീം. വിക്രാന്തിമാൻ, മഹാപരാക്രമിയായിട്ട് തവ ചക്രമുഖാത് അഭീത, നിന്തിരുവടിയുടെ ചക്രത്തിന്റെ മുമ്പിലും ഭയമില്ലാത്തവനായി. ഭയനിലീന സുരാം ത്രിലോകീം വശേ ചക്രേ. ഭയനിലീന സുരാം, ദേവന്മാര് പേടിച്ചൊളിച്ചുപോയി. 3 ലോകവും അങ്ങനെ പാട്ടിലാക്കി. സ്വർഗം, ഭൂമി, പാതാളം, 3 അല്ലെങ്കിൽ ഈ 7 14 ലോകങ്ങളെന്നും പറയാം. ലോകത്തിനെ 14 വിഭജിക്കാം, 3 വിഭജിക്കാം. ഏതായാലും ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഇപ്പോൾ ബലിയാണ്. അതാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ. ഈ ദശകത്തിലാണ് വാമനാവതാരം. ഭഗവാൻ വാമനനായിട്ട് അവതരിച്ച് ബലിക്കുണ്ടായിരുന്ന ദർപ്പത്തെ ശമിപ്പിക്കുന്ന കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകം നോക്കാം. പുത്രാർത്ഥി ദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപദീം ചരണം പ്രപന്ന ത്വൽപൂജനം തദുദിതം വിപയോ വൃതാഖ്യം സ്വാദ്വാദശാഹമജരത്വയി ഭക്തിപൂർണ. പുത്രാർത്ഥി ദർശനവശാത്. പുത്രാർത്ഥി, പുത്രന്മാരുടെ ആർത്തി. ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം. പുത്രന്മാരുടെ ദുഃഖം കണ്ടിട്ട് ദേവമാതാവാണ് അതിഥി. ദേവന്മാരെല്ലാം ഇപ്പം അസുരന്മാരെ ഭയപ്പെട്ട്, ബലി മുതലായ അസുരന്മാരെ ഭയപ്പെട്ട് വിഷമിച്ച് നടക്കുകയാണ്. അവര് ഒളിച്ചും പാത്തും നടക്കുകയാണ്. തലയിൽ മുണ്ടിട്ട് അടുക്കളയിൽ വന്ന് ഇഡ്ഡലി കഴിച്ചു പോവുകയാണ്. എങ്ങനെ ജീവിക്കും ഇങ്ങനെ? എന്റെ പുത്രന്മാരുടെ ആ ബുദ്ധിമുട്ട്. സ്വർഗമൊക്കെ മഹാബലിയുടെ കയ്യിലാണ്. അങ്ങനെ ഇരിക്കുന്ന അതിഥി, അതായത് മക്കളുടെ ദുഃഖത്തില് വിഷണ്ണയായിട്ട് വിഷമിച്ച് വിവശയായിട്ടിരിക്കുന്ന അതിഥി എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവായ കാശ്യപനെ ശരണം പ്രാപിച്ചിട്ട് നിജപതിം, അവളുടെ ഭർത്താവ്, പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, നിജപതി അവളുടെ ഭർത്താവ്, കാശ്യപൻ എന്ന തൻ്റെ ഭർത്താവിനെ ശരണം പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? ത്വത്പൂജനം തദുദിതം, അവളുടെ ദുഃഖം, ആ വിഷാദം എന്താണ് എന്ന ഭർത്താവിനോട് അറിയിച്ചു. അതിന് പരിഹാരം പറയണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞാലും, ഏതൊക്കെ വിഷമങ്ങൾ പറഞ്ഞാലും
കാശ്യപന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ചില രോഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പല രോഗങ്ങൾക്കും ഒരേ ഔഷധം കൊടുക്കുന്ന സന്ദർഭമുണ്ട്. അതുപോലെ ദുഃഖം ഏത് തരത്തിലുള്ളതായാലും അതിന് ഔഷധം ഒന്ന് തന്നെ, ഭഗവത് ഭജനമാണ്. അപ്പോൾ അതാണ് ഈ കാശ്യപൻ ഉപദേശിക്കുന്നത്. ഏത് തരത്തിൽ ഭജിക്കണം എന്നുള്ളത് അവരവരുടെ മനോനില അനുസരിച്ചാണ്. ദിതി ദുഃഖം പറഞ്ഞപ്പോൾ ദിതിയുടെ ദുഃഖം അല്ലെങ്കിൽ ദിതിയുടെ ആവശ്യം ഇന്ദ്രനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരു ക്രൂരതയോട് കൂടിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ആ ക്രൂരതയ്ക്ക് ഒരു ശമനം വരത്തക്ക വിധത്തിൽ 1 വർഷത്തെ വ്രതമാണ് കാശ്യപൻ ഉപദേശിച്ചത്. കാശ്യപന്റെ ഭാര്യമാരാണ് ദിതിയും അദിതിയും. അതുകൂടാതെയും അനവധി ഭാര്യമാരുണ്ട് കാശ്യപന്. ദിതിയും അദിതിയുമാണ് ഈ പുരാണങ്ങളിൽ പ്രധാനമായിട്ടും വരുന്ന ഭാര്യമാർ. കാരണം ദിതി അസുരന്മാരുടെ അമ്മയും അദിതി ദേവന്മാരുടെ അമ്മയുമാണ്. ഇവര് തമ്മിലാണ് എന്നും യുദ്ധം. ഏടത്തി അനിയത്തി ആണ് രണ്ടുപേരും. അതുപോലെ രണ്ടുപേരുടെയും ഭർത്താവ് ഒരേ ആളാണ്. ഒരേ അച്ഛന്റെ മക്കളാണ്. അത് മാത്രമല്ല, ഏടത്തി അനിയത്തി മക്കളാണ് ഈ അസുരന്മാരും ദേവന്മാരും. സഹോദരങ്ങളാണ് 2 തരത്തിൽ. എന്നാൽ പോലും ഇങ്ങനെയാണ് അവർ തമ്മിൽ എന്നും യുദ്ധമാണ്. അപ്പോൾ ദിതി ചോദിച്ച ആവശ്യം 1 കൊല്ലം കൊണ്ട് ഭഗവാനെ ഭജിച്ചപ്പോഴത്തേക്കും അവളുടെ മനസ്സ് കുറേയധികം ശാന്തമായി, ദുഷ്ടത കുറെ നീങ്ങി. ഇവിടെ അതിഥിക്ക് അസുരന്മാരെ ദ്രോഹിക്കണമെന്ന മനസ്ഥിതിയില്ല. പക്ഷേ തൻ്റെ മക്കൾ ഇങ്ങനെ വിഷമിക്കുന്നു, അവർക്ക് ഇരിക്കാനൊരിടം ശരിക്കില്ല, അവർക്കുണ്ടായിരുന്ന സ്വർഗം നഷ്ടപ്പെട്ടു, അത് വീണ്ടും കിട്ടുക എന്നൊറ്റ ആഗ്രഹമേ അതിഥിക്കുള്ളൂ. അതുകൊണ്ടൊരു സാത്വിക ചിന്തയോടുകൂടിയാണ് അവൾ ആവശ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ കാശ്യപൻ അവൾക്ക് 12 ദിവസത്തെ വ്രതമാണ് ഉപദേശിച്ചത്. ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം. അവളുടെ വ്രതത്തിന്, അവൾക്ക് ഉപദേശിച്ച വ്രതത്തിന്റെ പേരാണ് പയോവ്രതം. പയസ് എന്ന് പറഞ്ഞാൽ പാല് കൊണ്ട് സാളഗ്രാമ പൂജ, സാളഗ്രാമ അഭിഷേകം ചെയ്യുക. ആ പാല് ദിവസം ആദ്യം അതേ കഴിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഉള്ള വ്രതം. സാ ദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. അങ്ങനെ പയോവ്രതം എന്ന വ്രതമാണ് കാശ്യപൻ അതിഥിക്ക് ഉപദേശിച്ചത്. ആ വ്രതം അവള് ഭക്തിയോടുകൂടി അങ്ങയിൽ ത്വയി ഭക്തിപൂർണ, ത്വയി എന്ന് പറഞ്ഞാൽ അങ്ങയിൽ, അതായത് ഗുരുവായൂരപ്പനിൽ ഭക്തി പൂർണ്ണമായ ഭക്തിയോടുകൂടി അവള് അത് ആചരിച്ചു. 12 ദിവസം ആചരിച്ചു. അതിൻ്റെ ഫലം എന്തുണ്ടായി? അതിന് ഉത്തമ സന്താന ലബ്ധിയാണ് അതിൽ പ്രധാന ഫലമായിട്ട് ആ വ്രതം ആചരിക്കുന്നത്. അപ്പോൾ ഉത്തമ സന്താന ലബ്ധി, നല്ല ഉത്തമനായൊരു പുത്രൻ അല്ലെ പുത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആചരിക്കാവുന്ന വ്രതമാണെന്നുകൂടെയാണ് ഇവിടെ ഇതിൻ്റെ സൂചന. അപ്പോ അതിന്റെ ഫലമായി എന്ത് ലഭിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് നോക്കാം. തസ്യാവധൗ നിലീനമതേരമുഷ്യ ശ്യാമചതുർഭുജവപു സ്വയമാവിരാസി നമ്രാം ജതാമിഹ ഭവൽതനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലവന്നയാസി. തസ്യാവധൗ, ആ വ്രതം അവസാനിച്ചപ്പോൾ, 12 ദിവസം കൊണ്ട് അവസാനിക്കുന്ന വ്രതമാണത്. അത് അവസാനിച്ചപ്പോൾ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ അവളുടെ മുൻപിൽ ശ്യാമളവർണ്ണനും ചതുർഭുജവപു, 4 കൈകളോടുകൂടിയ, ചതുർഭുജം, ചതുർ എന്ന് പറഞ്ഞാൽ 4, ഭുജം കൈ, 4 കൈകളോടുകൂടിയ വപുസ് ശരീരം, 4 കൈകളോടുകൂടിയ ചതുർബാഹുവായിട്ടുള്ള രൂപത്തില് അവളുടെ നീല നിറ ഉള്ള രൂപത്തില് അവളുടെ മുമ്പിൽ സ്വയമാവിരാസി, അങ്ങ് സ്വയം ആവിർഭവിച്ചു. ആവിരാസി എന്ന് പറഞ്ഞാൽ അവതരിക്കുക എന്നാണ്. നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം. അങ്ങയെ കണ്ടപ്പോൾ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അവളോട് ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്. ഭവത്തനയോ ഭവേയം, ഭവേയം എന്ന് പറഞ്ഞാൽ സംഭവിക്കും, ഞാൻ അങ്ങയുടെ അമ്മയുടെ
തനയനായിട്ട് ഭവത്തനയോ, തനയൻ എന്ന് പറഞ്ഞ മകൻ, പുത്രൻ, അമ്മയുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കുന്നുണ്ട്, ഭവേയം സംഭവിക്കും. ഗോപ്യം മതീക്ഷണമിതി, ഗോപ്യം എന്ന് പറഞ്ഞ രഹസ്യമാക്കി വെക്കണം. എന്താണ് രഹസ്യമാക്കി വെക്കേണ്ടത്? മതീക്ഷണം, എന്നെ കണ്ട കാര്യം, ഞാൻ പറഞ്ഞ കാര്യം രഹസ്യമാക്കി വെക്കണം, ആരോടും പറയരുത്. പ്രലപന്നയാസി, ഇങ്ങനെ പറയുന്നവനായിട്ട് അങ്ങ് പറഞ്ഞതിന് ശേഷം അങ്ങ് മറയുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര പ്രാസൂതച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ്വാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ത്വം കാശ്യപേ തമസി സന്നിദധത്തദാനീം, അങ്ങ് അതിനുശേഷം തപോനിഷ്ഠനായ കാശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തു. അതിഥിയുടെ ഗർഭത്തിൽ അങ്ങനെ പ്രവേശിച്ചു. ബ്രഹ്മാവ് അങ്ങയെ പ്രകീർത്തിച്ചു. പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര, പ്രണുതോ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, പ്രണമിക്കുക, സ്തുതിക്കുക എന്നൊക്കെ അർത്ഥം. വിധാത്ര, വിധാതാവ്, ബ്രഹ്മാവ്. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം. ദിവ്യമായ വൈഷ്ണവരൂപം, പ്രകട വൈഷ്ണവ ദിവ്യരൂപം, വൈഷ്ണവ രൂപത്തില് പ്രകടമായി. എന്നാണത് പ്രകടമായത്? അല്ലെങ്കിൽ അങ്ങ് ഉണ്ടായത് എന്നാണ്? പ്രത്യക്ഷമായത് എന്നാണ്? ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ശ്രാവണ മാസത്തിൽ, ചിങ്ങമാസത്തില് ദ്വാദശി ദിനത്തിലാണ്, ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ അങ്ങ് ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങയെ അതിഥി പ്രസവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരകുലേ കൃതതുര്യഘോഷേ ബദ്ധാഞ്ജലിം ജയ ജയേതിനുദ പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാതാ. പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈ. ദേവന്മാർക്കൊക്കെ വളരെ സന്തോഷമായി. വാമനാവതാരം കണ്ട ദേവന്മാര്, അറിഞ്ഞ ദേവന്മാർക്ക് വളരെ സന്തോഷമായി. അവര് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഹർഷാകുലേ സുരകുലേ കൃത തൂര്യഘോഷേ, അവര് പെരുമ്പറ മുഴക്കി. ഹർഷാകുലം, സന്തോഷപരവശരാവുക. കൃത തൂര്യഘോഷേ, തൂര്യഘോഷം എന്ന് പറഞ്ഞാല് പെരുമ്പറ മുഴക്കുക. ബദ്ധ്വാഞ്ജലിം ജയ ജയേതി, കൈ തൊഴുതു പിടിച്ചുകൊണ്ട്. അഞ്ജലി എന്ന് പറഞ്ഞാൽ, അഞ്ജലി ബദ്ധം എന്ന് പറഞ്ഞാൽ കൈ രണ്ടും കൂടെ കൂപ്പുന്നതിനാണ് അഞ്ജലി. ബദ്ധ്വ, അഞ്ജലി ബദ്ധം, രണ്ടും കൂടെ ചേർത്ത് പിടിക്കും. ജയ ജയേതി നുത പിതൃഭ്യാം, ജയ ജയാന്ന് ഭഗവാന് ജയ് വിളിച്ചു. ത്വം തൽക്ഷണ, മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട അവിടുന്ന്. ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധ, 4 കൈകളോടുകൂടി നീല നിറത്തില് പ്രത്യക്ഷപ്പെട്ട അങ്ങ് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറി? ഉടനെ തന്നെ. തൽക്ഷണേ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ. ത്വം തൽക്ഷണേ, അങ്ങ് ഉടനെ തന്നെ. പടുതമം വടുരൂപമാധ, പടുതമം എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം കൂടിയ, സമർത്ഥനായ. വടുവേഷം, വടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി. വടുരൂപമാധ, സ്വീകരിച്ചു, അല്ലെ കൈക്കൊണ്ടു. ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തില് വാമനൻ എന്ത് ചെയ്തു എന്ന് നോക്കാം. താവത് പ്രജാപതി മുഖൈരുപനീയമൗജി ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന ദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യ
ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. താവത് പ്രജാപതിമുഖൈഃ ഉപനീയമൗഞ്ചി. അങ്ങനെ ഉണ്ടായ ഉടനെ തന്നെ ബ്രഹ്മചാരിയായിട്ട് മാറിയ കുട്ടിയെ പിന്നെ സംസ്കാരാദി മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഉണ്ടായ ഉടനെ നാമകരണം, ജാതകർമ്മം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അത് ചെറിയ കുട്ടിയാണെങ്കിലാണ്. ഭഗവാൻ ഇപ്പോൾ 7 വയസ്സുള്ള കുട്ടിയായിട്ട് മാറി, ബ്രഹ്മചാരി ആയിട്ട് മാറി. അതായത് ഉപനയനത്തിന് പാകത്തിനുള്ള പ്രായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ചെയ്യേണ്ട കർമ്മം എന്താണ്? ഉപനയനമാണ്. അപ്പൊ ഉപനയനത്തിന് വേണ്ട കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. കാശ്യപൻ തുടങ്ങിയവരാൽ ഉപനയനം നടത്തിയവനായിട്ട് മേഖല, ദണ്ഡം, കൃഷ്ണാജിനം, അക്ഷമാല ഇതെല്ലാം ഉപനയനത്തിന് വേണ്ട വസ്തുക്കളാണ്. സത്കൃതനായ അവിടുന്ന് ഉജ്ജ്വല തേജസ്വിയായി അഗ്നിപൂജ ചെയ്ത്, അങ്ങനെ ഉപനയനം കഴിഞ്ഞാൽ പിന്നെ 2 നേരവും ഹോമങ്ങൾ നടത്തണം. അഗ്നിപൂജ ചെയ്യേണ്ടതായ സമിത്ത് ഹോമിക്കേണ്ടതായിട്ടുണ്ട്. അശ്വമേധയാഗം അങ്ങനെ ഉപനയനത്തിന് ശേഷം സമിത്ത് ഹോമിക്കുന്നവനായിട്ട് ഹോമം ഒക്കെ ചെയ്ത് തനിക്ക് ബ്രഹ്മചാരി ആയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ടൊന്നുമില്ല. ഭിക്ഷ എടുത്തു വേണം ഭക്ഷണം കഴിക്കാൻ പോലും. അപ്പോൾ ആദ്യം ഭിക്ഷ കൊടുക്കുന്നത് അമ്മയാണെന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷേ ഭഗവാൻ ജഗദീശ്വരനായതുകൊണ്ട് ജഗദംബയായ ഉമാദേവി തന്നെയാണ് ഭിക്ഷ കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഭിക്ഷ കൊടുക്കുന്നത് സ്വന്തം അമ്മയാണ് എന്നാണ് നമ്മുടെ ആചാരങ്ങളിൽ. അങ്ങനെ ബ്രഹ്മചാരിയായി തീർന്ന ഭഗവാൻ ഇനി ഇരുന്ന് അതായത് ഹോമാദികളൊക്കെ ചെയ്യാനായിട്ട്, തൻ്റെ കർമ്മങ്ങളൊക്കെ, ഒരു ബ്രഹ്മചാരിക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരല്പ സ്ഥലം സ്വന്തമായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള ചിന്തയിൽ അത് നേടുന്നതിന് വേണ്ടി അത്രയും ആവശ്യമുള്ള അത്ര സ്ഥലം നൽകാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് നിന്ന് അത് ദാനമായി സ്വീകരിക്കാം എന്ന് വിചാരിച്ച് യാത്രയാവുകയാണ്. അത് എവിടുന്ന് കിട്ടും എന്ന് അന്വേഷിച്ചപ്പോൾ ബലി അശ്വമേധയാഗം നടത്തുന്നുണ്ട്. ബലിഗൃഹം പ്രകൃതാശ്വമേധം, അവിടെ അശ്വമേധം നടക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ ബലിയോട് യാചിച്ചാൽ ബലി എന്തും തരും, ആവശ്യമുള്ളത് അവിടുന്ന് നേടാം എന്നുള്ള ഉദ്ദേശത്തോടെ ബലിയുടെ യാഗശാലയിലേക്ക്, അശ്വമേധയാഗം നടക്കുന്ന നർമ്മദാ തീരത്തിലേക്ക്, കേരളത്തിലല്ല ബലി യാഗം നടത്തുന്നത് ഗുജറാത്തിലെ നർമ്മദാ തീരത്താണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു രാജാവാണ് മഹാബലി അല്ലെങ്കിൽ ബലി. മഹാബലി ആവുന്നത് ഇതിനു ശേഷമാണ്. ബലി എന്നേ പേരുണ്ടായിരുന്നുള്ളൂ. മഹത്കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മഹാത്മാഗാന്ധി ആദ്യം മഹാത്മാഗാന്ധിയോ ജന്മനാ മഹാത്മാഗാന്ധി ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് എന്നായിരുന്നു. പിന്നീടാണ് മഹാത്മാഗാന്ധി ആയത്. തന്റെ പ്രവൃത്തി കൊണ്ട് കിട്ടിയ പേരാണ് മഹാത്മാവ്. അതുപോലെ തന്നെയാണ് ബലിക്കും മഹാബലി എന്നുള്ള പേര് കിട്ടുന്നത് ഇതിന് ശേഷമാണ്. ഇപ്പോ ബലി എന്നേ ഇപ്പൊ പേരുള്ളൂ. അദ്ദേഹം ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ തീരത്താണ് ഈ യാഗം നടത്തിയത്, കേരളത്തിലല്ല. അപ്പൊ അതൊരു നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കഥ തികച്ചും പുരാണത്തിൽ നിന്ന് കുറച്ചു ഭാഗം അടർത്തിയതിനു ശേഷം അതിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് തെറ്റിദ്ധാരണ, ബലിയുടെ ഗുണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ പുതുതലമുറയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കണ രീതിയിൽ ആ കഥ ചമച്ചുണ്ടാക്കിയതാണ്. മനഃപൂർവ്വം ദുഷ്ടലാക്കോടെ ഉണ്ടാക്കിയ കഥയാണത്. അത് ഒരിക്കലും പുരാണത്തിൽ അങ്ങനെ പറയപ്പെടുന്നില്ല. ബലി യാഗം നടത്തിയത് ഗുജറാത്തില് നർമ്മദാ നദിയുടെ തീരത്താണ്. അവിടേക്കാണ് ഈ ബ്രഹ്മചാരിയായ ഭഗവാൻ, ബ്രഹ്മചാരി വേഷം പൂണ്ട ഭഗവാൻ യാത്രയായത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം വ്യാവൃണ്വദേവധരണീം ജലയന്നയാസി ഛത്രം വരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ജ ദാനവജനേ ശിവസന്നിധാതും.
ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്. ഗാത്രേണ, ഗാത്രം എന്ന് പറഞ്ഞ ശരീരം, ശരീരത്തിന് ഇനി വരാൻ ഭാവിയില്, സമീപ ഭാവിയിൽ, ഇനിയിപ്പോ ഉടനെ തന്നെ ഈ ശരീരത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. അതിന്റെ മഹിമ, ആ മാറ്റത്തില് വരാൻ പോകുന്ന മഹിമ ഈ ചെറിയ ശരീരത്തിൽ 7 വയസ്സ് ബാലൻ, 7 വയസ്സ് ബാലനാണെങ്കിലും കണ്ടാൽ അതിലും പ്രായം കുറവേ തോന്നുകയുള്ളൂ. അതാണ് വാമനൻ എന്നുള്ള പേരിന്റെ അർത്ഥം. വാമനൻ എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ, അല്ലെങ്കിൽ പ്രായത്തിനൊത്ത ശരീരവലിപ്പം ഇല്ലാത്ത കുട്ടി, അല്ലെങ്കിൽ പ്രായത്തിനൊത്ത ശരീരം ഇല്ലാത്തയാൾ എന്നാണ് അർത്ഥം വാമനൻ. വേറെയും അർത്ഥമുണ്ട്. ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊരു അർത്ഥം പറയാം. വാമയതി ശോഷയതി എന്നും ആചാര്യന്മാർ അർത്ഥം പറയുന്നുണ്ട്. അത് അഹങ്കാരത്തെ, ഭക്തന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോ ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം, ഈ ചെറിയ ശരീരത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന മഹിമ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് ആ ശരീരത്തിന്റെ ഗൗരവം വെളിവാക്കുന്ന, ചെറുതായിട്ടൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള യാത്രയായിരുന്നു. ഭൂമി കുലുക്കിക്കൊണ്ടാണ് നടന്നത്. ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വദേവ ധരണീം. ധരണീം ചലയൻ, ധരണി ഭൂമി, ഭൂമിയെ, ധരണി എന്ന് പറയുമ്പോൾ ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട്, ചലയന്നയാസി, ചലിപ്പിച്ചുകൊണ്ടായിരുന്നു യാത്ര. ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട്, ശരീരം കൊണ്ട് ഭൂമി കുലുക്കിക്കൊണ്ട്, ഓരോ അടിയും വെക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നുണ്ടായിരുന്നു എന്നർത്ഥം. പരോഷ്മതിരണാർത്ഥമിവ ഛത്രം, ശത്രുക്കളുടെ ചൂടിനെ തടുക്കാനോ എന്ന് തോന്നുമാറ് കുടയും, ബ്രഹ്മചാരികള് കുടയും ദണ്ഡവും പിടിച്ചാണ് നടക്കുക. അപ്പൊ ആ കുട ചൂടിയതിന്റെ ഉദ്ദേശം ശത്രുക്കളുടെ ചൂടിനെ തടുക്കാനാണോ എന്ന് നമുക്ക് തോന്നും. ദാനവജനേഷു സന്നിധാതുമിവ ദണ്ഡം, കയ്യില് ദണ്ഡം പിടിച്ചിരിക്കുന്നത് അസുരന്മാരിൽ വേണ്ടി വന്നാൽ പ്രയോഗിക്കാൻ, അസുരന്മാരുടെ പെരുമാറ്റത്തിൽ ശരിയല്ല എന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ പ്രയോഗിക്കാം എന്നുള്ള ചിന്തയോടെയാണോ ഈ ദണ്ഡം പിടിച്ചിരിക്കുന്നത് എന്ന് തോന്നും. ആദധാന ത്വം അയാസി, അങ്ങനെ കുടയും വടിയുമൊക്കെ ആയിട്ട് ഈ ബ്രഹ്മചാരി ബലിയുടെ യാഗശാലയിലേക്ക് യാത്രയായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. താം നർമ്മദോത്തരതടേ ഹയമേതശാല ആസേദുഷി ത്വൈരുജാതവനുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷദഗനോനു സനൽകുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. താം നർമ്മദോത്തരതടേ, നർമ്മദോത്തരതടേ, നർമ്മദയുടെ വടക്കേ, ഉത്തരം എന്ന് പറഞ്ഞ വടക്കേ, നർമ്മദയുടെ വടക്കേ തീരത്ത് ഹയം എന്ന് പറഞ്ഞ കുതിര, അതായത് അശ്വമേധയാഗമാണ് അവിടെ നടത്തുന്നത്. ഹയമേധശാല, അശ്വമേധയാഗം നടക്കുന്ന ആ ശാല, യാഗശാല. ആസേദുഷി എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേരുക, അവിടെ എത്തിച്ചേരുകയായിരുന്നു. അങ്ങോട്ട്, അവിടുത്തെ കവാടം കടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ രുദ്ധനേത്രൈഹി, അവിടുത്തെ തേജസ് കൊണ്ട്, രുച എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യവും ആ തേജസ്സും ഒക്കെ കൊണ്ട് കണ്ണഞ്ചിപ്പോയ ശുക്രാചാര്യർ തുടങ്ങിയവർ. അവിടെ യാഗശാലയിലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരിൽ പ്രമുഖനാണ് അവരുടെ അസുരന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യർ. അങ്ങനെ ശുക്രാചാര്യർക്ക് കൈങ്കര്യം ചെയ്യുന്ന കുറെ മഹർഷിമാരുമുണ്ട്. അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇതാര്, ഇദ്ദേഹം ആര്, ഏഷ ഭാസ്വാൻ കിം, ഈ വന്നത് ഭാസ്വാനാണോ? ഭാസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യനാണോ? ഇതൊരു തെളിച്ചമാണ്, കണ്ണ് ചിമ്മിപ്പോവാണ്. ഈ പ്രകാശം കൊണ്ട് നേരെ നോക്കുമ്പോഴത്തേക്കും കണ്ണടഞ്ഞു പോവുകയാണ്. സൂര്യനായിരിക്കുമോ ഈ വന്നത്? സൂര്യനോ അഗ്നിദേവനോ? ഭാസ്വാൻ കിം ദഹനോ, ദഹനോനു, ദഹനൻ എന്ന് പറഞ്ഞാൽ അഗ്നി, തീയാണോ വന്നിരിക്കുന്നത്? അഗ്നിദേവനാണോ വന്നിരിക്കുന്നത്? ഇത് സനത്കുമാരനോ? ഭാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ.
ആരായിരിക്കാമെന്ന് ഇവരെല്ലാവരും ശങ്കിച്ചുപോയി. അത്രയ്ക്ക് തേജസ്സായിരുന്നു ഭഗവാനെ കാണുമ്പോൾ എന്നാണ് ഈ ശ്ലോകത്തിൽ. അതായത് ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ തേജസ്സിന്റെ ഒരു ആധിക്യം വെളിവാക്കുന്ന ശ്ലോകമാണിത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ആനീതമാശു ഭൃഗുർമകസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരകുലകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃദീ പരിണിജ്യ പാദൗ തത്തോയമന്യധൃതമൂർധനി തീർത്ഥതീർത്ഥം. സുന്ദരാംഗനായ നിന്തിരുവടിയെ ആനീതമാശു ആനയിച്ചു ഭൃഗു തുടങ്ങിയ മഹർഷിമാര് മഹസാഭിഭൂതൈഹി ത്വാം രമ്യരൂപം അതിസുന്ദരമായ അങ്ങയുടെ രൂപം കണ്ടിട്ട് പുളകാവൃതാംഗ ബലി പുളകാവൃതാംഗനായി പുളകാഞ്ചിതനായി പുളകം രോമാഞ്ചമുള്ളവനായി തീർന്നു. ബലി വന്നത് ഭഗവാനാണ് എന്നൊന്നും അറിഞ്ഞില്ല. എന്നാലും ഭഗവാനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഭക്തന് ഭഗവാനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം അദ്ദേഹത്തിനുണ്ടായി. ഭക്ത്യാ സമേത്യ സുകൃതി അങ്ങനെ ഭക്തിയോടുകൂടി സമേത്യ അടുത്തു ചെന്നു. പരിണിജ്യ പാദവും അദ്ദേഹത്തിന്റെ പാദം വാമന ഭഗവാന്റെ പാദം കഴുകി. എന്നിട്ടോ ആ വെള്ളം തത്തോയം ആ തോയം തത് എന്ന് പറഞ്ഞ ആ തോയം ജലം അന്വധൃത മൂർധനി തീർത്ഥതീർത്ഥം ആ പാദം കഴുകിയ വെള്ളം തൻ്റെ ശിരസിൽ തളിച്ച് ധന്യനായി തീർന്നു. മൂർധനി എന്ന് പറഞ്ഞ നെറുകയിൽ തീർത്ഥതീർത്ഥം ആ തീർത്ഥം തളിച്ച് സ്വയം ധന്യനായി തീർന്നു. പാദവും പരിണിജ്യ തീർത്ഥതീർത്ഥം കാൽ കഴുകിച്ച് എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുവാൻ ആ തീർത്ഥത്തെയും തീർത്ഥീകരിക്കുന്ന ശുദ്ധീകരിക്കാൻ പോന്ന തീർത്ഥമായ ആ വെള്ളം തൻ്റെ ശിരസിൽ ധരിച്ചു. മഹാബലി അസുരനായിരുന്നിട്ടും അത്രയ്ക്ക് സുഹൃതിയായതിനുള്ള ഹേതു ഇവിടെ എടുത്തു കാണിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. പ്രഹ്ലാദവംശജതയാ കൃതുഭിർദ്വിജേഷു വിശ്വാസതോനുതദിതം ദ്വിജിതോ വിലേപേ യക്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേതാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രഹ്ലാദവംശജതയാ പ്രഹ്ലാദന്റെ വംശത്തിലാണ് ജനിച്ചത്. പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ്, മകന്റെ മകനാണ് ബലി. അതാണ് ഈ ബലിയുടെ സുഹൃതം. ആ സുഹൃതം കൊണ്ടാണ് ഭഗവാന്റെ പാദതീർത്ഥം തൻ്റെ ശിരസിൽ ധരിക്കാനായിട്ട് ഭഗവാന്റെ പാദം കഴുകാനും ആ തീർത്ഥം തൻ്റെ ശിരസിൽ ധരിക്കാനും സാധിച്ചത് എന്നാണ് മുൻ ശ്ലോകത്തിലെ സുഹൃതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോന്നു തദിദം ദിദിജോപിലേഭേ. നിന്തിരുവടിയുടെ യാതൊരു പാദതീർത്ഥം ശ്രീ പരമേശ്വരൻ ശിരസിലേറ്റി ഉപചരിക്കുന്നുവോ. ഭഗവാന്റെ ആ പാദതീർത്ഥമാണ് ആകാശഗംഗയായി തീർന്നത്. ആ ആകാശഗംഗയാണ് പിന്നീട് ഭഗീരഥൻ തപസ് ചെയ്ത് തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ആകാശഗംഗയെ ഭൂമിയിലേക്ക് ആനയിക്കുന്ന അവസരത്തിലാണ് പരമശിവൻ ആ ഗംഗയെ തൻ്റെ ശിരസിൽ വഹിച്ചത്. ഈ ബലിക്കാണെങ്കിലോ അത് ഏറ്റവും ആദ്യം ഭഗവാന്റെ പാദതീർത്ഥം ഏറ്റവും ആദ്യം തൻ്റെ ശിരസിൽ വഹിക്കാനുള്ള സുഹൃതമുണ്ടായല്ലേ, ഭാഗ്യമുണ്ടായി. അതാണ് ഇവിടെ പറയുന്നത്. ആ പാദോദകത്തെ അസുരനായിട്ടും ദിദിജോപി എന്ന് പറഞ്ഞ ദിദിജൻ എന്ന് പറഞ്ഞ അസുരൻ, ദൈത്യൻ, അസുരനായിട്ട് പോലും അതിനുള്ള ഭാഗ്യം ഉണ്ടായി. പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നതു മൂലമോ വളരെയധികം യാഗങ്ങൾ അനുഷ്ഠിക്കയാലോ ക്രതു എന്ന് പറഞ്ഞാൽ യാഗം. പ്രഹ്ലാദ വംശജതയാ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചതാണോ ഈ സുഹൃതത്തിന് കാരണം? അതെയോ അനവധി യാഗങ്ങൾ ക്രതുഭിഹി അതായത് യാഗങ്ങൾ അനുഷ്ഠിക്കുക കൊണ്ടാണോ?
ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസം കൊണ്ടോ, ഈ മൂന്ന് കാരണത്തിൽ ഒരെണ്ണമാണ് ഉറപ്പായിട്ട്. ഒന്നെങ്കിൽ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചു, പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ് എന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം യാഗങ്ങൾ നടത്തിയ ആള് എന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസം കൊണ്ടോ. ദ്വിജേഷു വിശ്വാസതോനു, ഇതിൽ ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. തദിദം ദ്വിജോപിലേഭേ, എന്തായാലും മഹാബലിക്ക് ഇത് ലഭിക്കാൻ കാരണം ഇതിൽ മൂന്നിൽ ഒരെണ്ണമാണ് എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. ഹേ വിഭോ ഗുരുപുരാലയ പാലയേധാ, അതായത് ഗുരുവായൂരപ്പ, അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എന്നെ രോഗങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ദശകം നോക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.